മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. നമസ്കാരം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വാർത്ത കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് കേസാണ്. ഈ ഒരു കേസ് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തെളിയിക്കാനുള്ള സകല തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ഇതൊരു അലിഗേഷനാണ്. അലിഗേഷൻ എന്ന് പറഞ്ഞത് എനിക്കെതിരെ പ്രത്യേകിച്ച് എന്നോട് ദേഷ്യമുള്ള ഒരു ബ്ലോഗർ അല്ലെങ്കിൽ ഒരു കൂട്ടം ബ്ലോഗേഴ്സ് ചേർന്നിട്ട് ഇൻഫ്ലുവൻസേഴ്സ് ചേർന്ന്. കാരണം വേറെ ഒന്നുമല്ല, 1000-ത്തിലധികം ഇനോഗ്രേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. വേൾഡ് റെക്കോർഡുള്ള ആളാണ്. ഒന്നാങ്കട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ ഞാൻ. അതിൽ 2000-ത്തിലധികം ബ്രാൻഡ് കൊളാബറേഷൻസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നാഷണൽ ഇന്റർനാഷണൽ. ഇവർക്കൊന്നും ഒരു വർക്കും കിട്ടുന്നില്ല. അത് എന്റെ കുറ്റമല്ല കിട്ടാത്തത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ബിസിനസ്സുകാരനും കൂടെയാണ്, കമ്പനിയുടെ ഒരു CEO ആണ്. ഞാൻ ക്വാരിയിട്ട വെള്ളം ഞാൻ തന്നെ ത്യാഗിക്കളയാം. വർക്ക് ചെയ്യുന്ന ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ CEO ആയിട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രൊഫൈലിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ എന്റെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് ഞാൻ അവിചാരിതമായി മാറിയതാണ്. അല്ലെങ്കിൽ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്പനി പ്രൊഫൈലിൽ ഇരുന്നിട്ട് അവിചാരിതമായിട്ട് ചില വീഡിയോകൾ ചെയ്തപ്പോൾ ആൾക്കാർ നമ്മളെ പ്രൊമോഷന് വിളിക്കുകയും അപ്പോൾ അത്തരം ഇനോഗ്രേഷൻസ് 1000-ത്തിലധികം ഇനോഗ്രേഷൻസ് ചെയ്യും അല്ലെങ്കിൽ ബ്രാൻഡ് കൊളാബറേഷൻസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഹായ്, താൻ കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അപ്പം കുറെ നാളായി ഇതിന്റെ പുകച്ചിൽ തുടങ്ങി. എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്മിയർ ക്യാമ്പയിൻസ് നടന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ കണ്ടില്ല എന്ന് വെച്ച് പ്രതികരിച്ചില്ല, ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പെണ്ണ് കേസ്. പിന്നെ ആർക്കാ നഷ്ടം? കാരണം ഒരാളെ ഒരു പെണ്ണ് കേസിൽ കുടിക്കുക അല്ലെങ്കിൽ അവനെ ഒന്ന് ഇങ്ങനത്തെ ഒരു കേസ് അല്ലെങ്കിൽ പോസ്കോ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇനി പ്രൊമോഷനോ ഇനോഗ്രേഷനോ ഒക്കെ വിളിക്കാൻ മടിക്കും. ഒന്നുമില്ല. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ പറയുന്ന ആള് ഈ പെൺകുട്ടിയെ വെച്ചിട്ട് കളിച്ച കളിയാണ്. ശ്രീജ, ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവന്റെ വീട്ടില് ഫോട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരാണ് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം പറയണ്ടു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.